ചേട്ടാ അതാണ്ട ചായ. മോള് ട്യൂഷന് പോകുന്നില്ലേ? അവളിന്ന് പോകുന്നില്ലെന്നും പറഞ്ഞോണ്ടിരിക്കുക. 2 മാസത്തെ ഫീസ് അടയ്ക്കാനില്ലേ? ഇന്നലെ ടീച്ചർ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചോദിച്ചു. മോളെ വിഷമിക്കണ്ടാ. 3 ദിവസം കഴിയുമ്പോൾ അച്ഛൻ ഫീസ് അടച്ചോളാം. എന്നിട്ട് പോയാൽ മതി. അതേ ഒരു അമ്മ ട്യൂഷൻ എടുത്തോളൂ. ഞാനോ? ഇവിടെയോ? നല്ല കാര്യമെങ്കിൽ പിന്നെ ഞാനത് ട്യൂഷൻ എടുക്കത്തില്ലയോ? എന്തെങ്കിലും 2 അക്ഷരം പറഞ്ഞു കൊടുക്കാന്നും പറഞ്ഞ് വിളിച്ചു വരുത്തുമ്പോഴത്തേക്കും അനിയത്തി ഇവിടെ പാട്ടിടും. പിന്നെ എങ്ങനെ പഠിപ്പിക്കാനാ? അതെങ്ങനെ? നമ്മളിപ്പോ അന്തേവാസികൾ അവരിപ്പോ ഉടമസ്ഥരും അല്ലേ. അന്തേവാസികളാ? എടി, ഈ വീടിന് വേണ്ടി ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ പറയുന്ന അന്തേവാസികളാണ്. എന്റെ പൊന്നു ചേട്ടാ, കഷ്ടപ്പാടൊക്കെ പഴങ്കഥകളാ. ഇപ്പോഴേ ഈ വീട് അനിയന്റെ പേരില്ല. നമ്മൾ എപ്പോഴായാലും ഇവിടുന്ന് ഇറങ്ങി കൊടുത്തേ പറ്റത്തുള്ളൂ. നീ പറയുന്നത് ശരിയാണ് മിനി. പക്ഷെ നമ്മളെ അങ്ങനെ ഒന്നും ഇറക്കി വിടാൻ പറ്റത്തൊന്നുമില്ല. അവനെന്തോടി അത്രയ്ക്കും കണ്ണിച്ചോരല്ലാത്തവനാണ്. അവള് പറയുന്നത് നീ കാര്യമാക്കിയൊന്നും വേണ്ട. കാര്യമാക്കാതെ പിന്നെ ആട്ടുതൂപ്പ് സഹിച്ച് എത്ര നാൾ നമ്മളിങ്ങനെ ജീവിക്കും? കേട്ട് മടുത്തു. ആ തറ കെട്ടിയ സ്ഥലമില്ലയോ? അവിടെ ഒരു റൂം അങ്ങനെ കെട്ടി നമുക്ക് അങ്ങോട്ട് മാറാൻ ചേട്ടാ. അത് അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല. ആ ജോയിച്ചെൻ്റെ പണം കൊടുത്ത് തീർത്ത് കഴിഞ്ഞാൽ കുറച്ച് പൈസ അയാളുടെ നിന്ന് വാങ്ങിക്കും. ഇത് എത്ര നാൾ കൊണ്ട് കൊടുക്കുക ചേട്ടാ? പലിശ ഇച്ചിരി കൂടുതലാണ്. കൊടുത്താലും തീരത്തില്ല. ഞാൻ ഇറങ്ങുക, സമയം വരെ മോളെ പോയിട്ട് വരട്ടെ. അയ്യോ, ഇന്നത്തെ അടവിന്റെ പൈസ ഞാൻ ഉച്ചയ്ക്ക് റെഡിയാക്കി കൊടുക്കാന്ന് പറ. അയ്യോ, അത് സമ്മതിക്കത്തില്ല ചേച്ചി. കാശും കൊണ്ടേ പോകത്തുള്ളൂ. നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വിടുക. അവരെ കണ്ടറൊക്കെ വന്നാലുണ്ടെ ചെന്നിട്ട് അയച്ചു കൊടുക്കാൻ ഞാൻ. ഉച്ചയ്ക്ക് തന്നെ ഇടുവോ? ഓ ആ ശരി. ഇരുന്ന് പഠിക്കേ. അമ്മ, എനിക്ക് വിശന്ന് കഴിച്ചിട്ട് പഠിക്കാം. എങ്കിൽ വാ, ഗോതമ്പ് ദോശ വിട്ടുതരാം. അക്കത്തിക്കുത്താനരമ്പേ കയ്യേക്കത്തൊരുങ്ങുത്ത് ചീപ്പോളം താറാമക്കട കയ്യിലൊരു വാങ്കെടുത്ത് പടയം വെച്ച് വള്ളിയിലെ പേരെന്താണ്? മോളെ, അമ്മ എന്തിയേ? ഇവിടെ ഉണ്ട് അമ്മേ. ചേച്ചി, ബുക്ക് ഇപ്പൊ തുറക്കണ്ട. ഉച്ചയ്ക്ക് കാശ് ചേട്ടൻ ഇട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നടക്കത്തില്ല മിനി. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശനിയാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ എനിക്ക് പൈസ വെച്ചേക്കണമെന്ന്. ചേച്ചി, കൺട്രാക്ട് സൈറ്റ് വരുമ്പോ അപ്പൊ തന്നെ കാശ് ഇട്ടേക്കാന്നാ പറഞ്ഞത്. അതൊന്നും എനിക്ക് കേൾക്കണ്ട. പൈസ ഇല്ലാതെ ഞാൻ പോകത്തില്ല മിനി. ചേച്ചി എന്തായാലും കാശ് ഇട്ട് തരും. ചേച്ചി ഒച്ച എടുക്കല്ലേ, ആരെങ്കിലും കേട്ടാ. കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. പൈസ എണ്ണി വാങ്ങിക്കുമ്പോഴേ ആലോചിക്കണമായിരുന്നു. എന്തോളെ? ചേച്ചി, എല്ലാ ശനിയാഴ്ച എനിക്ക് പൈസ ഇട്ട് തരണമെന്ന് അറിയാവല്ലോ. അവൻ ഇട്ട് തരും. ഇട്ട് തരും കുറെ. കഴിഞ്ഞ ശനിയാഴ്ച ഇതേപോലെ ഇട്ട് തരാന്നും പറഞ്ഞ് 4 മണി വരെ ഞാൻ ബാങ്കിൽ കുത്തിയിരുന്നു. പൈസ ഇട്ടാതെ ഞാൻ പോകത്തില്ല. ചേട്ടത്തി, ഞാൻ നിങ്ങളോട് മാന്യമായിട്ട് പറയാം, ഇവിടെ ഇത് പറ്റത്തില്ല. ഈ പൈസക്ക് ഇവിടെ വന്ന് കിടന്ന് ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഞങ്ങളും കുടുംബമായിട്ട് ഇവിടെ താമസിക്കുന്നതാ. വല്ല ഉണ്ടെങ്കിൽ കൊടുത്ത് അവരെ പറഞ്ഞു വിടാൻ നോക്കും. അതിന്റെ കയ്യിലില്ല. നാണക്കേടാണെങ്കിലേ നിങ്ങളിതാ പൈസ. അയ്യോ, അതിന്റെ കൊട്ടാല അവിടെ കേൾക്കുന്നത്. ഞാൻ കൊടുത്തത് ഇതുവരെ അവർ തിരിച്ചു തന്നിട്ടില്ല. ചേച്ചി, ഞാൻ കാല് പിടിക്കാം. ഈ ഒരു പ്രാവശ്യം കൂടെ ചേച്ചി ഒന്ന് ക്ഷമിക്ക്. ഏട്ടൻ ഉറപ്പായിട്ട് ഉച്ചയ്ക്ക് കാശിട്ട് തരും. എന്റെ മിനി, 12 മണിക്കുള്ളിൽ ഞാൻ കാശ് ബാങ്കിൽ അടച്ചില്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന അവന്മാരവായിരിക്കുന്ന അത്രയും ഞാൻ കേൾക്കണം. ഇതുകൊണ്ടാ ഞാനും ജീവിക്കുന്നത്. സന്തോഷിനോട് പറ, പൈസ ആയിട്ട് ബാങ്കിൽ വരെ. എന്താ മിനി, അവനിപ്പോ എന്നും ജോലി ഉണ്ടല്ലോ. മേടിച്ചതിൻ്റെയൊക്കെ പിടിച്ചിട്ടല്ലേ അമ്മേ ബാക്കി കിട്ടത്തുള്ളൂ. ഇന്നലെ കുറച്ച് കാശ് കിട്ടിയത് പലിശ കൊണ്ടടച്ചു. തൊഴിലുറപ്പ് തുടങ്ങാതെ ഞാൻ എന്ത് ചെയ്യും? ഉള്ളൊരു നല്ല ജോലി ഏതാണ്ട് കള്ള അസുഖം പറഞ്ഞ് സന്തോഷേട്ടൻ കളഞ്ഞിട്ടല്ലേ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ ആലോചിക്കണമായിരുന്നു. ദൈവദോഷം പറയല്ലേ സ്മിത. ആ കമ്പനിയിലെ ജോലി ചെയ്ത കേട്ടൊന്നും ഇപ്പൊ ജീവനോടെ കാണത്തില്ല. എന്തൊരു വർത്തമാനാ സ്മിത നീ പറഞ്ഞത്? പിന്നെ ഞാൻ പറഞ്ഞാണല്ലോ തെറ്റായി പോയത്. കൊച്ചേ, മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, എണീറ്റ് വാ ഇങ്ങോട്ട് വാ. മോളിന്ന് ട്യൂഷന് പോയില്ലയോ? ട്യൂഷൻ ഫീസ് അടച്ചില്ല അച്ഛമ്മേ. അച്ഛമ്മയ്ക്ക് പെൻഷൻ കിട്ടട്ട് ഫീസ് അച്ഛമ്മ തരാൻ കേട്ടോ. ആരോടും പറയല്ലേ. മിനി, കുഞ്ഞിന് ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ ചോദിച്ചുകൂടായിരുന്നോ? ഞാൻ എവിടുന്നെങ്കിലും മറിച്ച് തരത്തില്ലായിരുന്നോ? എന്റെ പൊന്നെ, വേണ്ടമ്മേ. അതങ്ങനെ ഇവിടെ അറിഞ്ഞിട്ട് എന്തിനാ വെറുതെ വായിരിക്കുന്ന കേൾക്കുന്നത്? ഒരാളുടെ വരുമാനം കൊണ്ട് എങ്ങനെ കഴിയാന്? ആ പെട്രോൾ പമ്പിൽ അങ്ങനെ ജോലിക്ക് പോവാന്ന് പറഞ്ഞാൽ ഏട്ട സമ്മതിക്കത്തുമില്ല.
അതിന് അവന്റെ കൂട്ടുകാരനല്ലേ പെട്രോൾ പമ്പ് നടത്തുന്നത്. അവൻ അതൊക്കെ കുറച്ചില്ല. തൊഴിലുറപ്പ് തുടങ്ങാൻ താമസിച്ച ഉറപ്പായിട്ട് ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് കയറുമേ, വല്ല തുണിക്കടയിലോ കാഷ്യൂ ഫാക്ടറിയിലോ അങ്ങനെ. എന്തുവാ ഇവിടെ ഒരു വലിയ ചർച്ച? ഓ, എന്തുവാ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അല്ലാതെ എന്തുവാ? ദാരിദ്ര്യം പറച്ചിലായിരിക്കും, അല്ല എന്താ ഇവിടെ പറയാനുള്ളത്? അതെ, ഒരു ലോഡ് തുണി ആ വാഷിംഗ് മെഷീനകത്ത് ഇട്ടിട്ടുണ്ട്. എന്റെ ഏട്ടൻ വാങ്ങിച്ച വാഷിംഗ് മെഷീൻ, ഇനി കറണ്ട് ബില്ല് കൊടുക്കേണ്ടത് എന്റെ ഏട്ടൻ. നിങ്ങളുടെ കയ്യിലെ വളയൊന്നും ഊരിപ്പോത്തിലുള്ള ആ തുണി നനയ്ക്കുന്ന കടലിലോട്ട് കൊണ്ടിട്ട് അലക്കി കഴിഞ്ഞാൽ വേഗം അത് മാറ്റിത്താ, എനിക്ക് തുണി നനയ്ക്കാനുണ്ട്. ഞാനത് മാറ്റി തരാൻ സ്മിത. ആ, മാറ്റി തന്നാ മതി. നവനെ. ആ ഹലോ സാറേ. ആ ഞങ്ങൾ രണ്ടുപേരുണ്ടല്ലോ സാറേ. നാളെ 11 മണിക്ക് തന്നെ പോവാം. ശരി. ഡാ, നിനക്കെന്തെങ്കിലും തിന്നാൻ വാങ്ങിക്കൊണ്ട് വന്നാൽ നീ തിന്നണം, അല്ലാതെ വിതരണത്തിന് നിൽക്കരുത് കേട്ടോ. പറഞ്ഞേ കയറി പോകത്ത്. എന്തു ഏട്ടാ, എന്ത് പ്രശ്നം? അവൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വന്നാൽ അവൻ കഴിച്ചാൽ പോരെ, അവൻ വിതരണത്തിന് നിൽക്കുന്ന എന്തിനാ? അതിന് എന്റെ കുഞ്ഞിനെ എന്തിനാ ചേട്ടൻ വഴക്ക് പറയുന്നത്? എന്തോ ഒരു സാധനം കൊണ്ടുവന്നാലും അത് വായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ നശൂലത്തിനെ പറഞ്ഞാൽ പോരായോ? ഇങ്ങോട്ടാ സാധനം. എന്നാ നിന്റെ അമ്മച്ചി വന്നിട്ട് പറയാൻ നിനക്ക് ഞാനൊരു സാധനം തന്നില്ലെന്ന്. എന്തൊരു കഷ്ടവാ ദൈവമേ ഇത്. എന്തോ മോളെ? ഒന്നെങ്കിൽ നിങ്ങളുടെ കൊച്ചിന് സാധനം വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എന്റെ കൊച്ചിന് ഒന്നും തിന്നാൻ കിട്ടത്തില്ല. അവക്ക് അതൊന്നും വേണ്ട. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് റൂമിൽ വന്നിരുന്ന ആഹാരം കഴിക്കണത്. എണിക്കടാ, നടക്കാൻ കൊടുക്കും. എന്നാ അമ്മ എനിക്ക് ബിസ്ക്കറ്റ് വേണ്ട. പോട്ടെ, സാരമില്ല. വിഷമായോ? ഇല്ല അമ്മ. നോക്കി ഇഷ്ടമുള്ളത് അച്ഛൻ വരുമ്പോ കൊണ്ടുവരും കേട്ടോ. കയറാൻ വരട്ടെ. ഏട്ടാ, എനിക്ക് ഇവളോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? വല്ലവന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പേര് അതിനകത്തോട്ട് വലിച്ചടിക്കരുത്. എനിക്കത് നാണക്കേടാ. ഞാൻ ആരോട് പറഞ്ഞതാ? ഇന്ന് ആ ബ്ലേഡ് ജോയി വില്ലേജ് ഓഫീസിൽ വന്നായിരുന്നു. എല്ലാവരെയും മുമ്പിൽ വെച്ചാ ഇയാൾ കാശ് വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാൻ ഞാൻ ഇയാളോട് പറയണമെന്ന്. എനിക്കത് നാണക്കേടാണ്. എന്റെ തുലി ഒരിഞ്ഞു പോയി. എടാ, അയാൾക്ക് കൃത്യമായിട്ട് പലിശ കൊടുക്കുന്നുണ്ട്. പിന്നെന്താ അയാൾ നിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു? ആർക്കറിയാൻ കൊടുക്കുന്നുണ്ടെന്ന്? ഇയാൾ എവിടെങ്കിലും വാങ്ങിച്ചാൽ കൊടുക്കുന്ന ശീലമുണ്ടോ? ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ എനിക്കറിയാം, നീ കൊടുക്കണ്ട. എൻ്റെ തലയിൽ കൂടെ ട്രെയിനോടും ഇല്ലയോ കൊടുക്കാൻ? ദേ, ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ വീട്ടിൽ കണ്ട കടക്കാരും പിരിവാരും ഒന്നും കയറി ഇറങ്ങുന്നത് എനിക്കിഷ്ടമല്ല. ഞാനത് സമ്മതിക്കത്തുമില്ല. നിന്റെ വീടോ? എടാ, ഞാനിവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഈ വീട്, അറിയാമോ നിനക്ക്? ഓഹോ, ആയിരിക്കും ഭർത്താവിന് ഇത് തന്നെയല്ലോ ഉള്ള കുറേ നാളായിട്ട് പറയാൻ. പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഏട്ടാ, ഇങ്ങോട്ട് കയറി വന്നേ, വെറുതെ വഴക്കുണ്ടാക്കാതെ. ആര് വഴക്കുണ്ടാക്കി? എനിക്കിത്തിരി കടമുണ്ട് എന്ന് വിചാരിച്ച് ഈ വീട്ടിൽ എനിക്ക് സ്ഥാനമില്ലാതാകും? എങ്ങനെ കടം കയറി? ഒരു നല്ല ജോലിയും കളഞ്ഞിട്ട് ഈ പെരയ്ക്കകത്ത് കയറി പെണ്ണുമ്പിള്ളയും കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ആലോചിക്കണം. തോന്നിവാസം പറയരുത് കേട്ടോ. തോന്നിവാസോ? ഉള്ളതല്ലയോ പറഞ്ഞത്? അല്ലേ മക്കളെ, നിങ്ങൾ ഇങ്ങനെ നടന്ന് വഴക്ക് കൂടാതെ മിനി, നീ അവനെ വിളിച്ചിട്ടുണ്ടാകത്തോട്ട് പോ. പിന്നെ അകത്തോട്ട് പോയില്ല, അങ്ങനെ നേരെ ചേട്ടനെ പിടിച്ച് മൂക്കി കയറ്റുവോ? സ്മിതേ, നീ നിലമറന്ന് സംസാരിക്കരുത്. നീ ഈ വീട്ടിൽ കയറിയതേ ഞാനും കൂടെ ഉള്ളത് കൊണ്ട് അത് ഓർമ്മ വേണം. ഒളിച്ചോടിയനെ കൂട്ടുവന്നതിനായിരിക്കും എന്റെ ചേട്ടനെ എന്റെ വീട്ടുകാർ പൊന്നോണം പോലെ സ്വീകരിച്ചത്, അല്ലെന്ന് പറയാൻ പറ്റുമോ? അതവന് സർക്കാർ ജോലി കിട്ടിയതിന് ശേഷമല്ലേ. അതിനു മുമ്പ് എങ്ങനെ ഈ വീട് കഴിഞ്ഞു പോയെന്ന് ചിന്തിച്ചു നോക്കും. മക്കളെ, നീ അകത്തോട്ട് കയറിപ്പോയേ. അവരോടേ ഇവിടുത്തെ പൊറുതി മതിയാക്കാൻ പറഞ്ഞേക്ക്. അമ്മയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിലേ ഞാൻ പറയും. വടി. അച്ഛൻ എന്നെ വിഷമിച്ചിരിക്കുന്നേ? ഒന്നുമില്ല മോളെ, അച്ഛൻ വെറുതെ ആലോചിച്ചിരുന്നു. നമുക്ക് ഇവിടുന്ന് പോയാലോ? എനിക്ക് ഇവിടെ നിൽക്കാൻ പേടിയാ അച്ഛാ. മോളെ, എങ്ങോട്ട് പോവാന്നായി പറയുന്നത്? നീ ചുമ്മാ ഇരിക്കേ. മോള് പറഞ്ഞത് ശരിയാ മീ, നമുക്ക് ഇവിടുന്ന് പോകണം. അതിനുള്ള സമയം. എങ്ങോട്ട് പോവാന്നായി പറയുന്നത്? എങ്ങോട്ടെങ്കിലും പോകണം.
ഇപ്പൊ ഈ വീടിനും വീട്ടുകാർക്കും നമ്മളെ വേണ്ട. അങ്ങനെ ഇട്ടെറിഞ്ഞിട്ടങ്ങ് പോകാൻ പറ്റുമോ? ഈ വീട്ടിൽ കുറെ കഷ്ടപ്പാടില്ലേ ഏട്ടന്റെ? അതങ്ങനെ മിനി, കുടുംബ വീട്ടിൽ ചിലവാക്കുന്നവന് അനുഭവിക്കാൻ യോഗ കാണത്തില്ല. സ്വരം മാറുന്നതിനും പറ. നമ്മൾ ഈ പെങ്കൊച്ചിനെ കൊണ്ട് എങ്ങോട്ട് പോവായിട്ട്? അറിയില്ല മിനി, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിനു? നമ്മുടെ ജീവിതം ഇങ്ങനെയായി പോയതിന്. എന്നൊന്നും പറയല്ലേ. ഈ വീട്ടിലെ നമ്മുടെ അവസാന രാത്രി. സന്തോഷേ, നീ എന്തായി കാണിക്കുന്നേ? ഈ പെണ്ണിയും കൊച്ചിനെയും പിടിച്ചിറക്കിട്ട് നീ ഇത് എവിടെ പോവുക? ഞാൻ പറഞ്ഞില്ലേ അമ്മ, ഞങ്ങൾ ഇറങ്ങുമോ? സന്തോഷേ മോനെ, നീ ഇല്ലെങ്കിൽ അമ്മയ്ക്ക് സഹിക്കത്തില്ലടാ. മോനെ സജീവേ, ദേ ഈ സന്തോഷ് പെണ്ണിയും കൊച്ചിനെയും വിളിച്ചോണ്ട് ഇവിടുന്ന് ഇറങ്ങി പോവാന്ന്. പോവാനോ? എവിടെ പോവാൻ? മോനെ പോവരുതെന്നൊന്ന് പറയടാ. ഏട്ടാ, ഞാൻ ഇന്നലെ എത്രത്തെ ദേഷ്യത്തിന് പറഞ്ഞെന്ന് വിചാരിച്ച് പോവാൻ വേണ്ടിയാണോ അവനെ പറഞ്ഞേ? എന്നാലും ഞങ്ങൾ ഇറങ്ങേണ്ടവരില്ലടാ. മാത്രമല്ല, ഞാൻ തോറ്റുപോയതിനിവിടെ കടക്കാർ ഇനിയും എന്നെ തിരക്കി ഇവിടെ വരും. അത് നിങ്ങൾക്കൊരു കുറച്ചിലാണ്. ബലമായി ഇറക്കി വിടുന്നതിനൊക്കെ നല്ലതല്ലേ ഇത്? മോനെ പോവല്ലേ മോനെ. മോളെ നീ എങ്കിലും ഒന്ന് പറ മോളെ പോവരുതെന്ന്. അമ്മ, ഏട്ടന്റെ പണി സൈറ്റിൽ 2 റൂം കഴിഞ്ഞ് കിടപ്പുണ്ട്. ഞങ്ങൾ തൽക്കാലം അങ്ങോട്ട് മാറുക. പിന്നെ സ്മിത, ഞങ്ങളുടെ തുണി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, വേറൊന്നും എടുത്തിട്ടില്ല. അമ്മേ, ഞാൻ ഈ നാട് വിട്ടെങ്ങും പോകത്തില്ല. അങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ. കടക്കാരെന്നെ വെറുതെ വിടത്തില്ല. കുറച്ച് കാശൊപ്പിച്ച് ആ തറയൊന്ന് കെട്ടി അതിലൊരു ഷെഡ് പണിയാം. എന്നിട്ട് നിങ്ങളെയൊക്കെ ഞാൻ അങ്ങോട്ട് വിളിക്കും, വരണം. രജീവേ, പണ്ട് നിന്റെ എല്ലാ ആഗ്രഹത്തിനും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും നിനക്കൊരാവശ്യം വരുമ്പം എന്നെ വിളിക്കാൻ മറക്കണ്ട കേട്ടോ. ഏട്ടാ, ഇതൊക്കെ കൊണ്ട് വാടകയ്ക്ക് ഒരു വീടൊക്കെ നോക്കിയിട്ട് മാറിയാ പോരെ? അത് വേണ്ടടാ. ഇപ്പം എന്നെ കൊണ്ടൊരു വാടക കൂടി കൊടുക്കാൻ വലിയ പാടാ. ഇതാകുമ്പോൾ വാടക കൊടുക്കണ്ടല്ലോ. അപ്പൊ ശരിയെന്നാ, ഞങ്ങൾ ഇറങ്ങട്ടാ. മോളെ ചേച്ചി, ചേച്ചി എങ്ങും പോണ്ട, ഈ വീട്ടിൽ തന്നെ നിന്നാ മതി. വേണ്ട മോനെ, മോന് ചേച്ചി എപ്പോൾ കാണണമെന്ന് തോന്നുമ്പോൾ വിളിച്ചാൽ മതി. വല്ലച്ചം കൊണ്ടുവരാം കേട്ടോ.